ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമുക്ക് ഒരു കേരയുടെ തല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി, കറിവേപ്പില. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ തലക്കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് തലക്കറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം നാളികേരവും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ എണ്ണയിൽ വറുത്തെടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഈ ഒരു തലക്കറി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, പിന്നെ നമ്മൾ വലിയ ജീരകം പിന്നെ ഉലുവി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആയി വരണം കേട്ടോ. ഉള്ളിയൊക്കെ ഇതാ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണ രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ടൈമിൽ നമ്മുടെ നാളികേരം നമ്മൾ അരച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ തലക്കറി വെക്കുക. വറുത്തരച്ച തലക്കറി ഈ ഒരു രൂപത്തിലാണ് ഞങ്ങൾ വെക്കൽ. അപ്പോൾ നമുക്ക് നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക്. ആവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ടിയിൽ കറി വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് നമുക്കിവിടെ കറിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുടംപുളിയൊക്കെ നമ്മളിവിടെ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം തലക്കഷ്ണങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. തലക്കറികളൊക്കെ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ. തലക്കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അവിടെ ആവട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ തലക്കറി ഇതാ ഇവിടെ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തലക്കറിയൊക്കെ കൂട്ടാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാത്തവരും കൂടി കൂട്ടൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തലക്കറിയൊക്കെ ഇതാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.